അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടുകൂടിയാണ് ഒരു മദ്രസാധ്യാപകന്റെ മരണവാർത്ത നാമൊക്കെയും അറിഞ്ഞത്. കടക്കെണിയിൽപ്പെട്ടിട്ടാണ്. ഒരു വഴിയുമില്ല, മുന്നോട്ടു പോവാൻ ഒരു മാർഗവുമില്ല എന്ന് കണ്ടപ്പോൾ സ്വയം ശരീരത്തെ നശിപ്പിക്കൽ പാടില്ല എന്ന് ഉപദേശിക്കേണ്ട അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മദ്രസാധ്യാപകൻ, ആ മദ്രസാധ്യാപകന്റെ മനോനില മാറി സ്വയം ജീവനൊടുക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും ആ സഹോദരന്റെ അവസ്ഥ? എങ്ങനെയായിരിക്കും ആ ഒരു സഹോദരൻ ആ ഒരു സമയത്തെ അതിജീവിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ആ സമയത്ത് എന്തായിരിക്കും ആ സഹോദരന്റെ ഹൃദയം ചിന്തിച്ചിട്ടുണ്ടാവുക? മിമ്പറിലായാലും മിഹ്റാബിലായാലും മദ്രസയിലായാലും ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമല്ല എന്ന് എല്ലാവരോടും പറയേണ്ട ഒരു സഹോദരൻ, പറഞ്ഞു കൊടുക്കേണ്ട ഒരു സഹോദരൻ, ആ വാക്ക് തന്നെ മറന്നുപോയി സ്വന്തം ജീവിതത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ സ്വന്തം അവസ്ഥ ഒന്ന് മാറിയപ്പോ, നഊദുബില്ലാ, അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. മദ്രസാധ്യാപകന്മാരുടെ പലരുടെയും അവസ്ഥ കടങ്ങളൊക്കെ തന്നെയാണ്, പരീക്ഷണമാണ്. പക്ഷെ അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ, കടബാധ്യതയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള വഴികൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഓവർകം ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്വന്തമായി തീരുമാനമെടുത്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. കടം വരുമ്പോൾ, ആവശ്യം വരുമ്പോൾ കടം എടുക്കുക, ആ കടം തിരിച്ചടക്കാൻ കഴിയാതാവുമ്പോൾ മാനസിക പിരിമുറുക്കം കൊണ്ട് പലതും ചെയ്യുന്ന ഒരു ദുരവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം. ഇത്തരത്തിൽ ഒരുപാട് ഉസ്താദന്മാര്, ഒരുപാട് മദ്രസ അധ്യാപകന്മാര്, അതുപോലെ തന്നെ മറ്റു പലരും പലതരത്തിലുള്ള കടക്കെണികളിൽ പെട്ടവരുണ്ട്. എടുത്തുചാട്ടം അല്ലെങ്കിൽ ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തനം അത് എവിടെയും വിജയകരമാവണം എന്നില്ല. ഒന്നിന് 100 തവണ ആലോചിക്കേണ്ട കാലമാണിത്. ലോൺ എടുക്കുമ്പോഴായാലും EMI എടുക്കുമ്പോഴായാലും, ഇനിയല്ല ഏത് തരത്തിലുള്ള കടങ്ങൾ വെച്ചു വരുത്തുമ്പോഴും, പ്രിയപ്പെട്ടവരെ, അത് കൂട്ടുകാരോട് കടം വാങ്ങുന്നതാണേലും ബന്ധപ്പെട്ടവരോടാണേലും ഇതുപോലെ ലോൺ സംവിധാനങ്ങളിലായാലും ഒന്നിന് 100 വട്ടം ആലോചിക്കേണ്ട കാലഘട്ടമാണ്. തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന ബോധത്തോടുകൂടിയാവണം. തിരിച്ചടക്കാൻ കഴിയും എന്നുറപ്പുള്ളത് മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ലോൺ എടുക്കാൻ വേണ്ടി പറയുന്നതല്ല. പലിശ വാങ്ങലും കൊടുക്കലും, എത്രത്തോളം അതിന് സാക്ഷി നിൽക്കൽ പോലും, അതിനെ എഴുതൽ പോലും ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് ഓരോരുത്തരും പോകുന്നു? നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഈ സമുദായത്തെ മാറ്റി നിർത്തണം. അതിന് ഓരോ മഹല്ലും ഒന്നൊരുങ്ങണം. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മഹല്ല് ജമാഅത്ത് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. പലിശരഹിത വായ്പകൾ നൽകുന്ന മഹല്ലുകളുണ്ട്, പലിശരഹിത സഹായങ്ങൾ ചെയ്യുന്ന മഹല്ലുകളുണ്ട്. ഒരുപാട് അവസരങ്ങൾ മദ്രസാധ്യാപകർക്ക് നൽകുന്ന മഹല്ലുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, വെറും ശമ്പളം മാത്രം നോക്കി നിന്നതുകൊണ്ട് കാര്യമായില്ല. ഇന്ന് പഴയതുപോലെയല്ല, ചെലവ് കൂടുതലാണ്. ചെലവ് എല്ലാറ്റിനും വില കൂടി. ഈ വില കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചെലവ് കൂടുന്നതിനനുസരിച്ച് നാം ജീവിക്കാൻ പഠിക്കണം, മനസ്സിലാക്കണം. മദ്രസാധ്യാപകർക്ക് ശമ്പളം സാധാരണ രീതിയിൽ കുറവ് തന്നെയാണ്. അവരുടെ ആ ഒരു അധ്യാപനത്തിന് അർഹമായ പ്രതിഫലം, അർഹമായ ശമ്പളം കൃത്യമായി ഇന്ന് എല്ലായിടത്തും ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്
ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ പിന്നിലും പ്രയാസങ്ങളുണ്ടാവാം, നൽകുന്നവർക്കുണ്ടാവാം. ശ്രമിച്ചാൽ അതിലൊക്കെ വർധനവ് വരുത്താവുന്നതേ ഉള്ളൂ. മറ്റു ഗവൺമെന്റ് ആനുകൂല്യങ്ങളോ ഇതൊന്നും ഇല്ലാത്ത മദ്രസ സംവിധാനം, ആ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന മദ്രസാധ്യാപകരാവട്ടെ, മറ്റുസ്താദന്മാർ ആര് തന്നെ ആയാലും അവരുടെ ജീവിതത്തിൻ്റെ ഉപജീവന മാർഗം തന്നെയാണ് ഈ അധ്യാപനം എന്നുള്ളത്. അല്ലാഹു തആല എല്ലാറ്റിലും ബറക്കത്ത് ചൊരിയട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം പറയും വലിയ ബറക്കത്തുള്ള ശമ്പളമാണ്. അത് തന്നെ സംശയമില്ലാത്ത കാര്യമാണ്. വലിയ ബറക്കത്തുള്ള ജോലി തന്നെയാണ്. പക്ഷേ ആ ബറക്കത്ത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ബറക്കത്തിന്റെ പേര് മാത്രം പറഞ്ഞ് കളിതമാശയാക്കുന്നവരുമുണ്ട്. മഹല്ല് ജമാഅത്തായാലും ആര് തന്നെയായാലും അവിടെയുള്ള ജോലി ചെയ്യുന്ന, സേവനമനുഷ്ഠിക്കുന്ന ഉസ്താദന്മാരുടെ ഭാവി, അവരുടെ ജീവിതം കൂടി പരിഗണിക്കാൻ ശ്രമിക്കുക. അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുക എന്നതിലുപരി അവർക്കൊരുപാട് അവസരങ്ങൾ നൽകുക. പലതരത്തിലുള്ള മദ്രസ ജോലിയും മറ്റും കഴിഞ്ഞാൽ പല ജോലിയിലേർപ്പെടാൻ, സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള അവസരങ്ങൾ ഉസ്താദുമാർക്ക് നൽകണം. ഇന്നൊരുപാട് തൊഴിലവസരങ്ങളുണ്ട്, പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ഉപയോഗപ്പെടുത്തുക. ഇത്തരത്തിൽ കടക്കണിയിൽപ്പെട്ട് നാലാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ദുരവസ്ഥ നമുക്കാർക്കും ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടൊപ്പം പ്രയത്നവും നമുക്കുണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.